തണുപ്പ് സീസണൊക്കെ തുടങ്ങിയതുകൊണ്ട് നല്ല പാലക്ക് കിട്ടുന്നുണ്ട് മാർക്കറ്റിൽ. അപ്പം ഞാൻ കുറച്ച് പാലക്ക് മേടിച്ചുകൊണ്ട് വന്നു. നമുക്ക് നല്ലൊരു പാലക് ദാലിൻ്റെ പ്രിപ്പറേഷൻ ഇന്ന് കാണാം. ഈ റെസിപ്പിക്ക് നമുക്ക് പച്ചപ്പയറാണ് വേണ്ടത്. ഞാനിവിടെ ഒരു അരക്കപ്പ് പച്ചപ്പയർ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഇതിന് പാലക്കാണ്. ഞാനിവിടെ കുറച്ച് പാലക്ക് എടുത്തിട്ട് ഞാനിവിടെ കട്ട് ചെയ്യുകയാണ്. ഇനിയും നമുക്കിതിന് വേണ്ടത് കുറച്ചേറെ വെളുത്തുള്ളിയാണ്. പിന്നെ നമുക്ക് കുറച്ച് ഇഞ്ചിയും വേണം. ഇതെല്ലാം ഒന്ന് നമുക്ക് പൊളിച്ച് വെക്കാം. അടുത്തതായി നമ്മൾ പൊളിച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും 2 പച്ചമുളകും കുറച്ച് ഗ്രാമ്പൂവും കുറച്ച് കുരുമുളകും കൂടെ നമുക്ക് ഇവിടെ ക്രഷ് ചെയ്തെടുക്കാം. നല്ലോണം ഇത് ക്രഷ് ചെയ്തെടുക്കണം. നമ്മുടെ പരിപ്പ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഞാനിവിടെ ഒരു മാഷർ വെച്ച് ചെറുതായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്കിതിനകത്ത് നമ്മുടെ പാലക് ചേർക്കാം. പാലക് ചേർത്തതിന് ശേഷം നമുക്കിത് ഒന്നുകൂടെ വിസിൽ കൊടുക്കണം. ഒന്നുകൂടെ അടച്ച് വെച്ച് നമുക്കൊരു വിസിൽ കൊടുക്കാം. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇത് ട്രൈ ചെയ്തിട്ടുണ്ടോ എന്നൊന്ന് പറയണം കേട്ടോ കമൻറ്റിൽ. അപ്പോൾ നമ്മുടെ പാലക്കും ഇവിടെ വെന്തിട്ടുണ്ട്. അടുത്തതായി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ കടലപ്പൊടി കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ പരിപ്പിലേക്ക് ചേർക്കാം. ഇതിനകത്ത് ലംസ് ഒന്നും കാണരുത്. നല്ലോണം ഇളക്കിയതിന് ശേഷം വേണം ഇത് നമുക്ക് പാലക്കിലേക്ക് മിക്സ് ചെയ്യാൻ. ഇനിയും നമുക്ക് കുറച്ച് ചൂടെണ്ണയിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച സ്പെഷ്യൽ മസാല നമുക്ക് മിക്സ് ചെയ്ത് അതൊന്ന് നല്ലോണം മൂപ്പിച്ചെടുക്കാം. അതിനകത്ത് കുറച്ച് ജീരകവും കുറച്ച് കായപ്പൊടിയും കൂടി ഇതിൽ ചേർത്ത് എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. ശേഷം നമുക്കിത് നമ്മുടെ പരിപ്പ് കറിയിലേക്ക് ചേർക്കാം. അപ്പോൾ നമ്മുടെ പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് നല്ലോണം ഇളക്കാം. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പരിപ്പ് കറിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാവുന്നതാണ്. ഇത് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് നീട്ടിക്കഴിഞ്ഞാൽ നല്ല സൂപ്പ് പോലെ നമുക്ക് കുടിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. തണുപ്പിന് നല്ല സ്പെഷ്യലായിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പികൾ കാണണമെന്നുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം.